അങ്ങനെ സന്തോഷം തോന്നണമെങ്കിൽ തന്റെ അത്ര കാണാൻ കൊള്ളാത്ത ഒരാളെ വിവാഹം കഴിച്ചുകൊണ്ട് സുനന്ദയ്ക്ക് ഒരു പണി കിട്ടിയെന്ന് വിചാരിക്കുന്ന ആളാവണം സുഭാഷ് ചേട്ടൻ. അത് സുധീഷ് ചിലപ്പോൾ വിചാരിക്കും, സുഭാഷ് ചേട്ടൻ അങ്ങനെ ചിന്തിക്കില്ല. അങ്ങനെയാണെങ്കിൽ സുഭാഷ് ചേട്ടൻ അങ്ങനെ പറഞ്ഞെന്തിനാ? സുനന്ദയ്ക്ക് ഇത്രയും കൂടി നല്ലൊരാളെ കിട്ടിയാൽ നന്നായിരുന്നു എന്നാ പറഞ്ഞത്. അവിടെ ഉള്ളിലുള്ള സ്നേഹം പുറത്തു വന്നത്, അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെയുള്ള സന്തോഷമല്ല. അതിനടുത്ത് പറഞ്ഞ ശരി സുധീഷ്. സുഭാഷ് ചേട്ടൻ്റെ ഉള്ളിൽ കുശുമ്പും കുന്നായ്മയൊന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള മനസ്സിലുള്ളവർക്ക് ഇങ്ങനെയൊക്കെ തോന്നും. അത് സുധീഷ് ചേട്ടൻ അങ്ങനെ തോന്നിയതിന്റെ കാരണം ഇപ്പൊ മനസ്സിലായി. ഇപ്പോളാ രോഗി കഷ്ടപ്പെട്ട് അവിടെ ചെന്ന് ആ ചെറുക്കന്റെ ഫോട്ടോ എടുത്തോണ്ട് വന്ന് എനിക്ക് തന്നെ നിങ്ങൾ പണിയോട്ടാ. ഈ വക കാര്യങ്ങൾക്ക് മെനക്കെടുന്ന സമയം കൊണ്ടേ നിങ്ങൾക്ക് സുഭാഷ് ചേട്ടനോട് നല്ല ബന്ധം കണ്ടെത്താൻ ശ്രമിച്ചൂടെ? ഒരു നല്ല കൂട്ടാവ് മനുഷ്യനുണ്ടാവട്ടെ. ഭാസ്കരേട്ടാ, കണ്ടത് നന്നായി. ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വരികയായിരുന്നു. എന്തിനാണോ കള്ളം പറയുന്നത്? കഴിഞ്ഞ 2 വർഷമായിട്ട് താൻ എന്റെ വീട്ടിൽ കയറി ഇറങ്ങാൻ, എന്നിട്ട് എന്റെ മോനൊരു പെണ്ണിനെ കണ്ടുപിടിച്ചെടുക്കാൻ എനിക്ക് കഴിഞ്ഞോ? വലിയ ബ്രോക്കർ വേഷം കെട്ടിക്കൊണ്ട് നടക്കുന്നു. ഭാസ്കരേട്ടാ, കാണിച്ചു തന്നില്ല എന്ന് മാത്രം പറയും. എത്ര വീടുകളിൽ പോയി നമ്മൾ പെണ്ണ് കണ്ടു. ശരിയാവാത്തത് എന്റെ കുറ്റം. നിങ്ങളുടെ വീടിനെ കുറിച്ച് അന്വേഷിക്കുമ്പോ ആളുകൾ പിന്മാറുന്നതിന് ഞാൻ എന്ത് ചെയ്യേ? ഈ നാട്ടിലെ മറ്റു വീടുകൾക്കില്ലാത്ത എന്ത് കുറവാണോ ഭാസ്കരന്റെ വീടിനുള്ളത്? അത് നമുക്ക് പറയാം, പക്ഷേ വരുന്നവർക്ക് കൂടെ അത് തോന്നണ്ടേ? ഇപ്പൊ തന്നെ ഒരു പെൺകുട്ടിയുടെ കാര്യം പറയാൻ ഞാൻ സുഭാഷിനെ വിളിച്ചതാ. അവൻ ഫോൺ എടുക്കുന്നില്ല. എങ്ങനെ എടുക്കൂടോ? നിന്നിലുള്ള വിശ്വാസം പോയില്ല അവന്. അവനിപ്പോ മാട്രിമോണിയില്ല പെണ്ണ് നോക്കുന്നത്. അതിലൂടെ ചിലപ്പോ പെണ്ണ്, പക്ഷേ ബ്രോക്കർ അരവിന്ദൻ കൊണ്ടുവരുന്ന പെണ്ണിന് വിശ്വാസ്യത കൂടും. കുടുംബം, പാരന്റ്സ്, കുട്ടികൾ, ചുറ്റുപാട് തുടങ്ങിയ എല്ലാം ഓക്കെയായ കേസുകളെ നമ്മുടെ കയ്യിൽ കാണും. പോയി ചതിക്കപ്പെടാനാണെങ്കിൽ ആയിക്കോ. പക്ഷേ പിന്നെ എന്നെ കാണുമ്പോ അരവിന്ദോ താൻ മുഖേന തന്ന ഒരു ബന്ധം മതിയായിരുന്നു എന്ന് പറയരുത്. താൻ വലിയ വായിട്ട് അലക്കാതെ എത്ര പെട്ടെന്ന് പെണ്ണിനെ കണ്ടെത്താൻ നോക്ക്. പെൺകുട്ടികളെ കിട്ടാതെ അല്ല ഭാസ്കരേട്ടാ, നിങ്ങളുടെ നാട്ടുകാരുടെ നാക്കാണ് പ്രശ്നം. ഏതെങ്കിലും കുട്ടികളുടെ വീട്ടുകാരെ അന്വേഷിച്ച അപ്പാവന്മാർ ഓതിക്കൊടുക്കും. പെണ്ണ് വാഴാത്ത വീടാണ്, ആണുങ്ങൾ മാത്രമുള്ള വീടാണ്. എന്നിട്ട് അവിടെ തങ്ങപ്പോലൊരു പെങ്കോച്ച് ജീവിക്കുന്നുണ്ടോ? അത് പ്രേമിച്ച് കിട്ടിയതല്ല. പ്രേമത്തിന് കണ്ണും കാതും ഇല്ലാന്നല്ലേ നാട്ടുകാര് പറയണതൊക്കെ ആര് കേൾക്കാൻ? ആ കുട്ടി ഇത്രയും ദിവസം അവിടെ നിന്നിട്ടും ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ലല്ലോ. സന്തോഷത്തോടു കൂടി തന്നെയല്ലേ ജീവിക്കുന്നത്. താൻ പെൺവീട്ടുകാരോട് അത് ബോധ്യപ്പെടുത്തും. എന്നിട്ട് ഏത് നാട്ടുകാരാണ് ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നെന്ന് പറ. അവന്റെ കാര്യം ഞാൻ നോക്കിയോളാം. ഒരാഴ്ചത്തെ സമയം തരും. അതിനുള്ളിൽ താൻ നടക്കാൻ സാധ്യതയുള്ള ഒരു ആലോചനയായിട്ട് വരണം. ഇല്ലെങ്കിൽ തന്നെ ബ്രോക്കർ പണി നിർത്തുന്നതിനെ പറ്റി ആലോചന വരും. അതെന്തിനാ? വണ്ടി ഓടിക്കാൻ പറ്റാതെ വീട്ടിലിരിപ്പായ പിന്നെ കാണാനും കാണിക്കാനും ഒക്കെ ബുദ്ധിമുട്ടല്ലേ അരവിന്ദ? അപ്പൊ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടക്കൂലല്ലോ. എന്നാ ശരി കേട്ടോ. അതിനെ കുട്ടി നല്ലതായിരിക്കാം കേട്ടോ. മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പാൽ മിഴിയെഴുതും. സുഭാഷ് ബിരിയാണി സൂപ്പർ. അതെ സുഭാഷ് ചേട്ടാ, മസാലയൊക്കെ അസലായിട്ടുണ്ട്. സത്യം. സുഭാഷ് ചേട്ടൻ എന്താ കഴിക്കാത്ത? ഞാൻ കഴിക്കാം. എന്നാ എടുക്ക്, ഞാൻ വേണ്ട വേണ്ട, ഞാൻ എടുത്തോളാം. കൊള്ളാം. അച്ഛനോട് നിമിഷം കയ്യിലെ കള്ളുകയറുന്നതാണ്, വാങ്ങാൻ പറഞ്ഞിരിക്കും. സുഭാഷേട്ടാ, ഞാനിപ്പോഴേ പണ്ട് സുഭാഷ് ചേട്ടാ എന്നോട് പറഞ്ഞൊരു കാര്യം ഓർക്കുക. ഞാനൊന്ന് 9ാം ക്ലാസ്സിലെ മറ്റോ ആണ്. എപ്പോഴും എന്റെ അടുത്ത് ഒരു പെൺകുട്ടി സംസാരിക്കുമായിരുന്നു. ഉടൻ തന്നെ ഒരു ദിവസം അവള് സംസാരം അങ്ങ് നിർത്തി. പിന്നെ മറ്റൊരു പയ്യനായിട്ട് കമ്പനിയായി. ഞാൻ സങ്കടത്തോടെ സുഭാഷിന്റെ അടുത്തേക്ക് ചെന്നു. അപ്പൊ സുഭാഷ് ചേട്ടൻ എന്ത് പറഞ്ഞു ഓർക്കുന്ന? എനിക്ക് അങ്ങനെ ഒരു സംഭവം ഓർമ്മയില്ല. എന്നാ എനിക്ക് ഓർമ്മയുണ്ട്. സുഭാഷ് ചേട്ടൻ അന്ന് പറഞ്ഞത് കല്ലിൽ കുത്തിവെച്ചതുപോലെ എന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് തന്നെ കിട്ടും, അതാർക്കും തടഞ്ഞു നിർത്താനാവില്ല. അതാണ് സുഭാഷ് ചേട്ടൻ പറഞ്ഞത്. അണ കെട്ടി വെള്ളം തടയുന്നത് പോലെ തടഞ്ഞാലും അണക്കെട്ട് തകർത്ത് അത് നമ്മളെ തേടി വരും. അത് നമ്മുടേതല്ലെങ്കിൽ എത്ര പോരാടിയാലും അത് നേടാനും പോകുന്നില്ല. പറഞ്ഞു ഓർമ്മയുണ്ടോ സുഭാഷേട്ടാ? ഞാനോ? അതെ സുഭാഷേട്ടാ. അന്ന് സുഭാഷ് ചേട്ടൻ എനിക്ക് പറഞ്ഞത് ഇന്ന് ഞാൻ സുഭാഷ് ചേട്ടൻ പറഞ്ഞില്ല. അതുകൊണ്ട് ഇതുവരെ സംഭവിച്ച കാര്യങ്ങളിലൊന്നും സുഭാഷ് ചേട്ടൻ വിഷമിക്കണ്ട. സുഭാഷ് ചേട്ടനുള്ളത് സുഭാഷ് ചേട്ടൻ തന്നെ കിട്ടും. മോട്ടിവേഷൻ സ്പീച്ച് ഒക്കെ ഓക്കെ, പക്ഷെ 9ാം ക്ലാസ്സിൽ ഇങ്ങനെ ഒരു ലവ് സ്റ്റോറി കുറച്ച് കടന്നുപോയില്ലേ? അതിന് സുഭാഷ് ചേട്ടൻ ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞോളൂന്നാ അതിലും കടന്നുപോയി. നോണയൊന്നുമല്ല, പച്ച കള്ളം തന്നെയാ. അങ്ങനെ പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. എന്ത് കാരണം? ഇനി അങ്ങനെ ഒരു പെൺകുട്ടി ഇങ്ങോട്ട് സംസാരിക്കാതിരുന്നാലും സുധീഷ് ചേട്ടൻ തിരിച്ച് സംസാരിക്കാതെ വിടില്ല എന്നുള്ളത് തന്നെ. അത് കലക്കി നികേഷ. ആ ഒറ്റ കാര്യത്തിൽ സുധീഷ് ചേട്ടനെ വിശ്വസിക്കാൻ പറ്റില്ല. ഓഹോ, എന്നാ പിന്നെ നീ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കഥ ഞാൻ പറഞ്ഞു കൊടുക്കാം. അത് ഞാൻ പറയട്ടെ. കഥയൊന്നുമില്ല. അവിടെ അടിച്ചു വരാൻ വന്നൊരു അമ്മായി ഉണ്ടായിരുന്നു. നീ ഈ പരിപാടി നിർത്താറായില്ലേ? ഏത് പരിപാടി? ഈ പെമ്പിള്ളേരുടെ ഫോട്ടോ നോക്കിയിരിക്കുന്ന പരിപാടി. എന്റെ പൊന്ന് സുഭാഷ് ചേട്ടാ, ഈ പെൺകുട്ടികൾ റീൽസും ഫോട്ടോസ് ഒക്കെ ഇടുന്നതേ ഞങ്ങൾക്ക് നോക്കാൻ വേണ്ടിട്ടാ. നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ? ആണ്. എന്നാലേ ഒരു കാര്യം ചെയ്യും, ഈ കാര്യം പോയിട്ട് നിധിയുടെ അടുത്തൊന്ന് പറ. അതിനുള്ള ധൈര്യം ഉണ്ടോ നിനക്ക്? ആ കുട്ടിയുടെ കൂടെ നിനക്ക് ജീവിക്കണം എന്നല്ലേ നിന്റെ ആഗ്രഹം? എനിക്ക് നീ അവളോടൊപ്പം ജീവിക്കണം തന്നെ ആഗ്രഹം. അപ്പൊ നീ മാത്രം എന്താടാ ഒട്ടും മാറാത്തെ? എന്റെ സുഭാഷ് ചേട്ടാ, നിങ്ങൾ ഇങ്ങനെ ഏതോ ശിലായുഗത്തിലെ മനുഷ്യനാവല്ലേ കേട്ടോ. റീൽസും ഫോട്ടോസും കണ്ടോന്ന് കരുതി സദാചാരം പോകുന്നില്ല. നമ്മൾ ഇതൊക്കെ കണ്ട് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും അപ്ലോഡ് ചെയ്യുന്നത്. നാളെ എത്ര ലൈക്ക് കിട്ടിയെന്ന് നോക്കുമ്പോ എണ്ണം കുറവാണെങ്കിൽ അവരുടെ മനസ്സ് വിഷമിക്കില്ലേ? എപ്പാവല്ലേ ചേട്ടാ? ഇതിനെ നിങ്ങളൊരു സോഷ്യൽ സർവീസ് ആയിട്ട് കണ്ടാ മതിന്നേ. സുഭാഷന്റെ ഫോണിൽ അടിക്കുന്നത് രാത്രി 11 മണിക്കാരാ സുഭാഷന്റെ ഫോൺ വിളിക്കുന്നത്? ആരാ? ഇതാ പെണ്ണിന്റെ നമ്പറാന്ന് തോന്നുന്നു. പെണ്ണോ? ഏത് പെണ്ണ്? എടാ നമ്മളെ കോഫി ഷോപ്പിൽ വെച്ച് കണ്ടില്ലേ? കോഫി ഷോപ്പിൽ വെച്ച? ഓ, ഗേൾ വിത്ത് ബെസ്റ്റി. സംസാരിക്കേ. എന്ത് സംസാരിക്കാൻ?
എന്ത് സംസാരിക്കാനാ? രാത്രി 11 വിളിക്കുന്ന കോളല്ലേ? എന്തെങ്കിലും ജോലിയായിട്ട് സംസാരിക്കാൻ കാണുമായിരിക്കും. എനിക്ക് സംസാരിക്കുന്നു വേണ്ട. ഞാൻ വേണമെങ്കിൽ മാറിയിരിക്കാം. എടാ ആ പെണ്ണ് സംസാരിക്കുന്ന എനിക്ക് തേക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. വെറുതെ എന്തിനാ? അയ്യേ എന്റെ പൊന്ന് സുഭാഷ് ഏട്ടാ. ഓ, ഭാഗ്യം കേട്ടായി. ഈടാ നിനക്കെന്താണ് പ്രശ്നം? ശ്ശേ, അതൊക്കെ രസമല്ലേ സുഭാഷ് ഏട്ടാ? വെറുതെ കളഞ്ഞു നിങ്ങൾ വീണ്ടും വിളിക്കുന്നു. എടുക്കെടുക്കെ സുഭാഷ് ഏട്ടാ എന്താ പറയുന്നു കേക്ക്. എടാ എന്തിന്? എടാ നമ്മളത് വേണ്ടെന്ന് വെച്ചല്ലേ. ആയിക്കോട്ടെ, അതിനിപ്പോ സംസാരിക്കുന്നതിനെന്താ? വേണ്ട, ഞാൻ സംസാരിക്കാം. എന്നാ പിന്നെ ഞാൻ സംസാരിച്ചോളാം. ഹലോ ഹലോ വോയിസ് കൊള്ളാൻ കേട്ടാ. എടാ കളിക്കല ഫോൺ വെച്ച് കൊല്ലുന്നല്ലേ. ഹലോ പറഞ്ഞോളൂ. സുഭാഷ് അല്ലേ? ആ അതെ സുഭാഷാണ് സംസാരിക്കുന്നത്. നേരത്തെ വിളിച്ചിരുന്നു അല്ലേ? കണ്ടില്ലായിരുന്നു കേട്ടോ, ഞാൻ ഉറങ്ങിപ്പോയി. അയ്യോ ഡിസ്റ്റർബൻസ് ആയോ? ഡിസ്റ്റർബൻസോ? ഇയാൾക്ക് വേണമെങ്കിൽ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ കേട്ടോ. പിന്നെ പിന്നെന്താ? കഴിച്ചോ? ഫ്രൂട്ട്സ് കഴിച്ചു. ഓ ഫ്രൂട്ട്സ് ഡയറ്റ് ആണല്ലേ? കൊള്ളാം. അല്ലെങ്കിലും രാത്രിയില് ഹെവി ഫുഡ് നല്ലതല്ല. ഫ്രൂട്ട്സ് പോലെ ലൈറ്റ് ആയിട്ടുള്ളതാ ബെസ്റ്റ്. അത് സ്കിന്നിന് നല്ലതാണ്. പിന്നെ പറയാൻ മറന്നുപോയി, അന്ന് ഇയാളെ കണ്ടപ്പോ ഇയാളുടെ സ്കിന്നിനൊക്കെ നല്ല തിളക്കമുണ്ടായിരുന്നു കേട്ടോ. താങ്ക്സ്. അന്ന് നിങ്ങളെ കാണാൻ നല്ല സ്റ്റൈൽ ഉണ്ടായിരുന്നു. താങ്ക് യു. നിങ്ങളായിട്ട് എന്നെ വിളിക്കുമെന്ന് വിചാരിച്ചത്, പിന്നെ കരുതി ബിസി ആയിരിക്കുന്നു. ഞാൻ ഇത്തിരി ബിസി ആയിരുന്നു. പക്ഷേ ഇയാള് വിചാരിച്ചത്രയും ബിസി ആയിരുന്നില്ല. ഇയാള് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അന്ന് കോഫി ഷോപ്പിൽ സൈലന്റ് ആയിരുന്നു, ഇപ്പൊ ഫോണിൽ അങ്ങനെയല്ല. അത് എല്ലാത്തിനും ഒരു സമയം എടുക്കുമല്ലോ ഐശ്വര്യ. ഏത് ഫോൺ വെക്കാതെ പറഞ്ഞു. നമുക്ക് ഒന്നുകൂടി ഒന്ന് കണ്ടാലോ? കാണാലോ. പക്ഷേ കൂടെ ആ ബെസ്റ്റ് ഉണ്ടാവോ? ദിവ്യേഷ്. അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, കല്യാണം കഴിഞ്ഞാൽ അവൻ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് ഉറപ്പാക്കണമല്ലോ. ഹലോ കുട്ടി, ഞാൻ സുഭാഷ് ഒന്നും അല്ല, സുഭാഷിന്റെ അനിയൻ സുധീഷ്. എന്റെ ഭാര്യ നിധിയാണ് അന്ന് കുട്ടിയെ കോൺടാക്ട് ചെയ്ത് മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തു. അന്ന് നിങ്ങള് ബെസ്റ്റ് ഒക്കെ ആയിട്ട് എന്റെ ചേട്ടന് മുമ്പിൽ പെർഫോം ചെയ്ത് പോയില്ലേ? അന്നേ ഈ ബന്ധം വേണ്ടെന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചത്. പിന്നെ ഇത്രയും നേരം ഇങ്ങനെ സംസാരിച്ചത് കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇട്ട ഒരു നമ്പരാ. അതുകൊണ്ട് കുട്ടി ഈ ഫോൺ കട്ട് ചെയ്തിട്ട് ഇയാളുടെ ബെസ്റ്റിയെ വിളിക്കും. എന്നിട്ട് വെളുപ്പാങ്കാലം വരെ ഇങ്ങനെ കുണുങ്ങി വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങ് ഉറങ്ങാൻ നോക്ക് കേട്ടാ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ഫോൺ എങ്ങനെയുണ്ട്? നീ ഇങ്ങനെയൊക്കെ ആ കുട്ടിയോട് എന്തിനാ? എന്തേ? അല്ല നമ്മൾ എന്തായാലും വേണ്ടാന്ന് വെച്ചല്ലേ, സംസാരിക്കായിരുന്ന പോലെ. എന്തിനാ ഇപ്പൊ ആ കുട്ടിയെ വെറുതെ വിഷമിപ്പിക്കാൻ നോക്കാൻ? അങ്ങനെ എല്ലാവരോടും അയ്യ പോകാൻ തോന്നാനേ. എന്റെ പേര് സുഭാഷ് എന്നല്ല, ഐ എം സുധീഷ്. ഒരു പണി അവക്കിട്ട് കൊടുക്കണമെന്ന് നന്നായി വിചാരിച്ച ദൈവമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം ഒപ്പിച്ചത്. സുഭാഷ് ചേട്ടൻ ആദ്യം ഞാൻ ആ കുട്ടിയോട് പഞ്ചാര അടിക്കാന്ന് വിചാരിച്ചല്ലേ. അത് നീ സംസാരിക്കുന്നത് കേട്ടപ്പോ ഞാൻ പിന്നെ എന്റെ സുഭാഷ് ചേട്ടാ, നിർദോഷമായ ചില നുണകൾ പറയുന്നേ ഉള്ളൂ ഞാൻ. സുധീഷേ അത്ര മോശം ആൺകുട്ടിയൊന്നുമല്ല. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ആ ദിവ്യേഷാണ് ശരിയല്ലെന്ന്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താ കിടക്കണം? എടുക്കാം. കുറച്ച് പതുപ്പ് തരുമോ? ഞാനുണ്ട് കേട്ടാ. അച്ഛനമ്മക്ക് എപ്പോ വരും? വൈകിട്ടാവും. ശരി, അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഉച്ചയ്ക്ക് വരുമോ? നോക്കട്ടെ. ഫോൺ ഓഫായി പോകാൻ കണ്ട നേരം. എന്താടി? ഒന്നുമില്ല. ഞാൻ എന്റെ പേഴ്സ് എടുക്കാൻ മറന്നു. നിധി ഇപ്പൊ മുറിന്ന് വരും. ഒന്ന് ഇംപ്രസ് ചെയ്തെടുക്കാൻ എന്താ ഒരു വഴി? കൂടിപ്പോയാ കുഴപ്പമില്ല, കുറച്ചൊന്ന് വിയർത്തേക്കാം. ഇത്രയും നേരിട്ട് ഇവളെന്താ അതിനകത്ത് തന്നെ ഇരിക്കുന്നത്? ഏട്ടത്തിയാണല്ലോ. നിധി, എന്റെ ആധാർ കാർഡ് എനിക്ക് അതിന്റെ നമ്പർ ഞാൻ അയക്കുന്നുണ്ട്. അത് വെച്ച് നിനക്ക് ആധാർ കാർഡ് എടുക്കാൻ കഴിയുമെങ്കിൽ എടുത്തേക്ക് കേട്ടോ. എന്നാ ശരി. അമ്മയുടെ മുറി കയറി ആധാർ കാർഡ് എടുത്ത് നമ്പർ പകർത്തി വെച്ച് അയച്ചപ്പോ നാത്തൂൻ ഹാപ്പി ആയോ? എനിക്കോ എന്റെ അച്ഛനോ അമ്മയ്ക്കോ ഇല്ലാത്ത സ്നേഹം അവളോട് നിനക്കെന്തിനടി? പുറത്തേക്ക് കളയാനായിട്ട് അടിച്ചുകൂട്ടി ഇതിൽ കോരി വെച്ചിരുന്നാണല്ലോ ഇതൊക്കെ. തിരിച്ചിതിലേക്ക് തന്നെ കോരിയിട്ട് കൊണ്ടേ കളഞ്ഞോളൂ.